ടു യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു അടിപൊളി ദിവസമാണ്. എന്ത് ചാച്ചാ? നമ്മുടെ കുഞ്ഞിന്റെ ജെൻഡർ റിവീലാണ് ഇന്ന്. ജെൻഡർ റിവീൽ കം ബേബി ഷവർ. ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ വന്ന് ഇവിടെ തകൃതിയായി പണിയെടുത്തോണ്ടിരിക്കുന്നു. അതെ, ഡെക്കറേഷൻ സെറ്റ് ചെയ്യുന്നു. ഇത് സ്റ്റെബിൻ രാത്രി ഉറക്കമില്ലാതെ ഇരുന്ന് വർക്ക് ചെയ്യുകയായിരുന്നു. പാവം ചെറുകൻ. അതാണ് നമ്മുടെ മിഥിലേഷ് കുമാർ, നമ്മുടെ കുമാർ. പാവം പിടിച്ച രാവിലെ എളിച്ച് തുണി തേക്കുന്നു. ഇതാണ് ഹരിത രാവിലെ എഴുന്നേറ്റ് ഇതെല്ലാം സെറ്റ് ചെയ്യുകയാണ്. പക്ഷേ കൊച്ചിന്റെ ആന്റി അങ്കിൾമാരല്ലേ ഇവിടെ പണിയെടുത്ത്, കൊച്ചിന്റെ അപ്പാപ്പന്മാരും അമ്മാമ്മമാരും എല്ലാം കൂടെ ഇവിടെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി രാവിലെ എഴുന്നേറ്റ് ജോലി ചെയ്യാണ്. അപ്പൊ പിന്നെ വന്നു തുടങ്ങും കുറച്ചുകൂടെ കഴിഞ്ഞ. അപ്പൊ നമുക്ക് ബാക്കി എല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോ ഇനി നമുക്ക് കാണാം. ഇവിടെ ഇതെല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഹലോ, ഇവിടെ ഇവരെല്ലാം ആണ് അവളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഹായ് കൊടുക്ക, ഹായ് കൊടുക്ക, അഞ്ചു ഹായ് 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 കരിഷ്മ ഹായ്. ഇങ്ങനെ നോക്കിയിട്ടല്ലോ. മേക്കപ്പ് ഒരുക്കങ്ങളും ഒക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ സ്പെഷ്യൽ എൻട്രി ആണ് ഈ കാണുന്നത്. നമ്മൾ ഇൻസ്റ്റഗ്രാമിന് വേണ്ടി എടുത്തതാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ എൻട്രി ഒക്കെ കഴിഞ്ഞ് ഇനി ബാക്കി പരിപാടി. Boy or girl? I think it's a girl. Oh. I think it's a boy. It's a boy. Boy. It's a girl. A girl. It's a girl. It's a boy. Hi baby, I think you're a baby boy. Stebine? It's a baby girl. It's a baby girl. പെൺകുഞ്ഞാണ്. It's a baby girl. ഹായ് കുഞ്ഞ, എനിക്ക് തോന്നുന്നു നീ ഒരു പെൺകൊച്ചാണ്. അടുത്തതായിട്ട് നമ്മുടെ കേക്ക് കട്ടിങ് ചടങ്ങാണ്. നമ്മുടെ ആക്ച്വൽ ജെൻഡർ റിവീൽ നടക്കാൻ പോകുന്ന ചടങ്ങാണ്. കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഓഡിയോ വെക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ഫൈനലി എല്ലാവരും കാത്തിരുന്ന ആ സമയം വരാൻ പോവാണ് ഗായ്സ്. നമ്മുടെ കേക്കിനുള്ളിലെ കളറാണ് എല്ലാവരും അറിയിക്കാൻ പോകുന്നത് ഏത് ബേബിയാണ്. പുറകിലത്തെ ബലൂണിൽ നമ്മൾ കളർ വെച്ചിട്ടുണ്ട്. കൂടെയുള്ള ആർക്കും അറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഏതാന്ന്. 1, 2, 3. അങ്ങനെ ഫൈനലി അത് റിവീലായി ഗായ്സ്. നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് ഒരു ക്യൂട്ട് പെൺകുഞ്ഞാണ്, നമ്മളുടെ ബേബി ഗേൾ. ഇനി അധികം താമസമൊന്നുമില്ല. അപ്പോൾ വളരെ എക്സൈറ്റഡ് ആണ് എല്ലാവരുടെയും കൂടെ ഈ മൊമെൻ്റ് കിട്ടിയതിന്. ഇതെത്ര? 3. നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഇട്ടത് കൊണ്ട് ഇതിൻ്റെ ഒന്നും ഓഡിയോ വെക്കാൻ പറ്റില്ല. പക്ഷേ അതുണ്ടെങ്കിലാണ് ഇതിൻ്റെ ഒരു രസമുള്ളത്. എന്തായാലും നമ്മളുടെ ഗെയിമായിരുന്നു ഇത്. ഗെയിം പിൻ ദ പാസിഫയർ എന്നാണ് ഗെയിമിൻ്റെ പേര്. അപ്പോൾ നമ്മുടെ ഓണപ്പരിപാടിക്കൊക്കെ ഉള്ള സുന്ദരിക്ക് പൊട്ടുതൊടിയിൽ പോലത്തെ പരിപാടിയാണ്. അപ്പോൾ അതിൽ സ്റ്റിക്കറുണ്ട്, പാസിഫയറിൻ്റെ സ്റ്റിക്കർ. അത് കൊച്ചിൻ്റെ വായിൽ അവിടെ ഒട്ടിച്ച് വെച്ചേക്കുന്ന കൊച്ചിൻ്റെ ഫോട്ടോയുടെ വായിൽ ഒട്ടിക്കണം. അതാണ് സംഭവം. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷമുള്ളൊരു സമയമായിരുന്നു. കാരണം ഇത്രയും പേർക്ക് ഒത്തുകൂടാൻ പറ്റിയില്ല. നമ്മൾ കുറേ പേരെ മിസ് ചെയ്യുന്നുണ്ട്, കുറേ പേർക്കൊന്നും വരാൻ പറ്റിയില്ല. പക്ഷേ എന്നാലും നല്ല ടൈമായിരുന്നു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇത് ഇങ്ങനെയൊന്നും പ്ലാൻ ചെയ്തതേ ഇല്ല. പക്ഷേ ഭയങ്കര എൻജോയ് ചെയ്തു എല്ലാവരും. അപ്പോൾ ഓരോരുത്തരായിട്ട് ആദ്യം അഞ്ജലി, പിന്നെ അഞ്ജലിയുടെ ഹസ്ബൻഡ് അരവിന്ദ്, അങ്ങനെ ഓരോരുത്തരായിട്ട് ഗെയിം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ
സത്യം പറഞ്ഞാൽ എനിക്ക് ഓഡിയോ വെക്കാൻ പറ്റാത്തതിൽ നല്ല വിഷമമുണ്ട്. പക്ഷേ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണാമല്ലോ എന്നാലും സ്റ്റിൽ. യെസ് ഗൈസ്, അങ്ങനെ നമ്മുടെ അരവിന്ദ് നമ്മുടെ കൊച്ചിനെ കമ്മലിട്ടിരിക്കുകയാണ്. ഇവിടെ വായിലിട്ടിക്കാനുള്ളത് കാതിലിട്ടിട്ടുണ്ട്. അപ്പോൾ കൊച്ചിന് കാതുകുത്തൽ ചടങ്ങ് നടന്നിരിക്കുകയാണ് ഇപ്പോൾ. അടുത്തതായി അരങ്ങത്തേക്ക് വരുന്നത് നമ്മളുടെ സ്വന്തം അഭിജിത്ത്. അപ്പോൾ അഭിജിത്തിൻ്റെ കഴിവ് നമുക്ക് ഇനി നോക്കാം. സത്യം പറഞ്ഞാൽ ആര് ജയിക്കുന്നതെന്ന് അറിയത്തില്ല. ആര് ജയിച്ചാലും സന്തോഷം. അഭിജിത്ത് വന്ന പൊസിഷനൊക്കെ മാർക്ക് ചെയ്ത് നോക്കുന്നുണ്ട്, കറക്റ്റ് സ്ഥലത്താണോ അല്ലയോ എന്നുള്ളത്. എവിടെയാണ് ഒട്ടിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. കറക്റ്റ് സ്ഥലത്ത് ഊഹിച്ചൊട്ടിച്ചോലേട്ട്. അതാ ഗൈസ്, നമ്മളുടെ അഭിജിത്ത് കറക്റ്റ് കൊച്ചിന് പെസിഫയർ തന്നെ വെച്ചെടുത്തിട്ടുണ്ട്. എങ്ങനെ ഒപ്പിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടുത്തമില്ല. ഞാൻ അന്നേരം മുതൽ ചോദിക്കുകയാണ് ഇത് എങ്ങനെയാണ് കറക്റ്റായിട്ട് പോയി ഒട്ടിച്ചതെന്ന്. അതിൻ്റെ ഇടയിൽ 5 ഒരു കാര്യം കണ്ടുപിടിച്ചു, പെസിഫയർ തലതിരിച്ചാണ് ഒട്ടിച്ചേക്കുന്നത്. അതുകൊണ്ട് സമ്മാനം കൊടുക്കാൻ പറ്റത്തില്ലെന്നൊക്കെ. എന്നാലും എങ്ങനെ ഇത് കറക്റ്റായിട്ട് ഒട്ടിച്ചു എന്നുള്ളത് ഒരു പിടുത്തമില്ല. അടുത്തതായിട്ട് അരങ്ങത്തേക്ക് വരാൻ പോകുന്നത് അഭിജിത്തിൻ്റെ പ്രിയ പത്നി ദിയയാണ്. ദിയയുടെ കഴിവ് ഇനി അടുത്തത് നോക്കാം. രണ്ടുപേരും കൂടെ ഇനി കാൽക്കുലേറ്റ് ചെയ്താണോ ഗെയിമിൽ വന്നതെന്നറിയില്ല. അവിടെ നിന്നിട്ട് ഡിസ്റ്റൻസ് ഒക്കെ അളന്ന് നോക്കിയോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് ഇപ്പോഴും അഭിജിത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ നമ്മുടെ ദിയ കണ്ണൊക്കെ കെട്ടി ഇനി പോകാൻ റെഡിയായി നിൽപ്പുണ്ട്. അതാ ഗൈസ്, ദിയയുടെ കഴിവ് നോക്കൂ. കറക്റ്റ് കൊച്ചിന് മൂക്കിൽ തന്നെ ഇട്ടിട്ടുണ്ട്. കൊച്ചിന് ശ്വാസം കിട്ടാതെ കൊല്ലാനുള്ള പ്ലാനിങ് ആയിരുന്നു തോന്നുന്നു. ശ്വാസം മുട്ടിയ കൊച്ച് എങ്ങനെയാണോ എന്തോ കറക്റ്റ്. പക്ഷേ ഏറെക്കുറെ ഒപ്പിച്ചെടുത്തിട്ടാ ഏറെക്കുറെ. അടുത്തതായിട്ട് വരുന്നത് നമ്മളുടെ സ്വന്തം അഞ്ജുവാണ്. ചാച്ചന് എല്ലാവരെയും ഭയങ്കര കാര്യമായി കണ്ടുകെട്ടുന്നുണ്ട്. ഒരു തരത്തിൽ ഒരു ഇഞ്ച് പോലും പുറത്ത് കാണരുത് എന്നുള്ളത് ആ പാവ കൊച്ചിന് മൂക്ക് വരെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ അഞ്ജു മോൾ എന്താണ് ചെയ്യാൻ പോകുന്നത് നോക്കാം. അവളെ കറക്കി വിടുന്നുണ്ട് അങ്ങോട്ട്, വീഴാതിരുന്നാൽ മതി. അഞ്ജു മോളുടെ കഴിവ് കറക്റ്റ്. കൊച്ചിൻ്റെ മുഖത്തെങ്കും കൊള്ളാതെ അവൾ പ്രൊട്ടക്റ്റ് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. അടുത്തതായി ഓൺ സ്റ്റേജ് നമ്മുടെ സ്വന്തം മിഥിലേഷിൻ്റെ മുഖം മൊത്തത്തിലാണ് കെട്ടിവെച്ചേക്കുന്നത് തോന്നുന്നു. അത്രയ്ക്ക് ഡെഡിക്കേഷനോടാണ് രാജൻ കണ്ണ് കെട്ടിക്കൊണ്ടിരുന്നത്. ഇത്ര ഡെഡിക്കേഷനൊക്കെ ഒരു കണ്ണ് കെട്ടുന്നതിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. എന്തോ ആയാലും മിഥിലേഷിനെ കാര്യമായി കറക്കി വിടുന്നുണ്ട്. ഒരു തരത്തിൽ പോയി നേരെ ഒട്ടിക്കരുതെന്നുള്ള രീതിയിലാണ്. ഏറെക്കുറെ ഒപ്പിച്ചു മിഥിലേഷ്. വായയുടെ ഇച്ചിരി എവിടൊക്കെയോ അടുത്തൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഓൺ സ്റ്റേജ് ആണ് നമ്മുടെ സ്റ്റെബിൻ. പാവം രാവിലെ ഇവരെല്ലാവരും കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. ഇവർ രാത്രി കുറേ ലേറ്റായിട്ടാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് ഡെക്കറേഷനും പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് എല്ലാവരും നല്ല കോപ്പറേറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ
സ്റ്റെബിന് ഇനിയും കൊച്ചിന് എവിടെയാണ് പെസിഫയർ വെച്ച് കൊടുക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അയ്യോടേ മറിഞ്ഞ് വീഴാൻ പോകുന്നുണ്ട്. പാവം അവരെ തള്ളി കറക്കി കഷ്ടപ്പെട്ട് ഏറെക്കുറെ ഒപ്പിച്ചു അവനും എന്ന് തോന്നുന്നു. വായയുടെ എവിടേക്കൊക്കെയോ അടുത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കണ്ടസ്റ്റൻറ്റ് നമ്മളുടെ ഹരിതയാണ്. അപ്പോൾ ഹരിത ഇനി കൊച്ചിനെ എങ്ങനെയാണ് പെസിഫയർ വെച്ച് സമാധാനിപ്പിക്കാൻ പോകുന്നതെന്ന് നോക്കാം. എന്ത് ശുഷ്കാന്തിയോടെയാണ് ആൾക്കാരെ കറക്കി വിടുന്നത് നോക്ക്. ഇത്രയ്ക്ക് എക്സൈറ്റ്മെൻറ്റിൽ ആരും നേരെ പോരുത്, എല്ലാവരും വളഞ്ഞു പോകണമെന്ന് പറഞ്ഞിട്ടാണ് യാച്ചമ്മ പറഞ്ഞു വിടുന്നത്. എന്തോ അതിൽ അവൾ തപ്പി കണ്ടുപിടിച്ച് അവരുടെ തൊട്ടിച്ചിട്ടുണ്ട്. കറക്റ്റ് കണ്ണിനടിയിൽ തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷേ ആരും അങ്ങനെ നെറ്റിയിലോട്ടൊന്നും പോയിട്ടില്ല. എല്ലാവരും ഏറെക്കുറെ വായയുടെ ചുറ്റുപാടിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടി ഡാൻസ് കളിച്ചുകൊണ്ട് പോകുന്ന സ്റ്റെഫിൻ അതിൻ്റെ ഇടയിൽ കൂടി ഡാൻസിന് വൈബും ചെയ്തുകൊണ്ടാണ് എല്ലാവരും നിൽക്കുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഓരോരുത്തർ ഡാൻസ് കളിക്കുന്നതൊക്കെ കാണാം. അങ്ങനെ ഫൈനലി നമ്മളുടെ അല്ലു ചേച്ചിയുടെ ടൈമാണ്. അല്ലു ചേച്ചി എൻ്റെ കസിനാണ്. അപ്പോൾ ചേച്ചി ഇതിനു വേണ്ടി വന്നതാണ്. നമ്മുടെ അല്ലു ചേച്ചിക്ക് ടെക്നിക്കലി കൊച്ചിൻ്റെ ആൻറ്റിയാണ് ഇനി പെസിഫയർ ഒട്ടിക്കാൻ പോകുന്നത്. ഈ ആൻറ്റി ഇനി കറക്റ്റായിട്ട് ഒട്ടിച്ചില്ലെങ്കിൽ കൊച്ച് ജനിച്ച് കഴിയുമ്പോൾ എങ്ങനെയാണോ കൊച്ചിൻ്റെ പെസിഫൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. കൊച്ചിനെ സമാധാനിപ്പിക്കേണ്ട ഉത്തരവാദിത്വമുള്ള വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് ഇപ്പോൾ ഒട്ടിക്കാൻ പോകുന്നത്. എക്സാക്ട്ലി കറക്റ്റ് ചെള്ളയ്ക്ക് തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. അതിനിടയിൽ നമ്മുടെ വിജയശ്രീ ലാളിതനായ അഭിജിത്തിനെ ഒരു സമ്മാനം കൊടുത്ത് അംഗീകരിക്കാൻ വേണ്ടി പോവാണ്. സമ്മാനം എന്താണെന്നൊന്നും ചോദിക്കരുത്, വെറും ഒരു ചെറുപഴ മാത്രമാണ് സമ്മാനമായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതായിരുന്നു നമ്മളുടെ ഡെക്കറേഷൻ. അപ്പോൾ നമ്മളുടെ ഫുൾ സെറ്റപ്പാണ് ഇത്. ഇനി എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് എല്ലാവരും കൂടെ. നമ്മൾ ഫുഡ് പുറത്തുനിന്നാണ് ഓർഡർ ചെയ്യുമായിരുന്നു. രാവിലത്തെ നമ്മൾ ഉണ്ടാക്കി, ഉച്ചയ്ക്കത്തെ പുറത്തുനിന്നാണ് ഓർഡർ ചെയ്തത്. ബിരിയാണിയാണ് നമ്മുടെ. അപ്പോൾ എല്ലാവരും കൂടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ഇനിയും കഴിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. ഉച്ചയായി. അപ്പോൾ എന്തായാലും ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. എല്ലാവരും പെട്ടെന്ന് എല്ലാവർക്കും ഒന്നും പരസ്പരം അറിയില്ല, പക്ഷേ എല്ലാവരും പെട്ടെന്ന് കമ്പനിയായി. അപ്പോൾ അതൊരു നല്ല ഇതായിരുന്നു. നമ്മൾ വഴി കുറേ ഫ്രണ്ട്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടല്ലോ. ഇതാണ് ഗൈസ് നമ്മളുടെ ബിരിയാണി ഉണ്ട്, സാലഡുണ്ട്, അച്ചാറുണ്ട്. വേണമെങ്കിൽ കുറച്ച് രാവിലത്തെ ചിക്കൻ സ്റ്റൂ ഉണ്ട്. ഇഷ്ടമുള്ളവർക്ക് എന്ത് വേണമെന്ന് എടുക്കാം. നമ്മൾ താമസിക്കുന്നിടത്ത് ഇവിടെ ഡർബി അടുത്ത് ഒരു ഡെലിഷ്യസ് കിച്ചൺ എന്ന് പറഞ്ഞ് നമ്മളുടെ മലയാളികൾ നടത്തുന്ന ഒരു കേറ്ററിംഗ് സർവീസ് ഉണ്ട്. അവിടെ നിന്നാണ് ഫുഡ് ഓർഡർ ചെയ്തത്. അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. ഇവിടെ ഒരു ക്യൂ തന്നെയാണ്. എനിക്ക് കഴിക്കാനല്ല, ആർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെറുതെ അത് കവറിനകത്തിടാനുള്ളത്. താങ്ക് യു.
ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളുടെ ബേബി ഷവറൊക്കെ കഴിഞ്ഞ് അടുത്ത ഡ്രസ് ചേഞ്ച്, കോസ്റ്റ്യൂം ചേഞ്ച് ഒക്കെ ചെയ്ത് ഞങ്ങൾ അടുത്ത ഫോട്ടോഷൂട്ടിന് പോവാണ്. മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട്. ഇവിടെ അടുത്ത് പീക്ക് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ 2 ലൊക്കേഷനൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യണം. ബേബി ഷവറൊക്കെ അടിപൊളിയായിട്ട് നടന്നു. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും തിരിച്ചു പോയി. പിന്നെ നമ്മൾ കുറച്ച് പേര് മാത്രം ഇനിയും ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകണം. അടിപൊളി ഫോട്ടോ ഒക്കെ കിട്ടട്ടെ. ഇവിടെ അങ്ങോട്ടുള്ള പോക്കിൽ ധൃതി പിടിച്ച് പോകുന്നത് ഞാൻ ഇനി ലൈറ്റ് പോകുന്നതിന് മുന്നേ അവിടെ ചെല്ലണം, ഫോട്ടോ എടുക്കണം, തിരിച്ചു വരണം. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 45 മിനിറ്റ്സ് ഉണ്ട് ഈ ലൊക്കേഷനിലോട്ട്. നല്ല രസമുള്ള സ്ഥലമായിരിക്കും. എന്താണേലും നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. നമ്മൾ ലാസ്റ്റ് ഡൗട്ടയിൽ എത്തിയിരിക്കുന്നു. അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ല നേച്ചർ, എല്ലാവരും ഉണ്ട്. നമ്മളുടെ കൂടെ അഞ്ജു, സ്റ്റേബിൻ, മിഥിലേഷ് കുമാർ, രമണകുമാർ എല്ലാവരും ഉണ്ട്. ഇവിടെ ഫുള്ള് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അത് തന്നെ ഹെവി റഷാണ്. ഒരു വെള്ളം വാങ്ങാൻ തന്നെ മണിക്കൂറുകൾ നിന്നിട്ടാണ് ലാസ്റ്റ് വെള്ളം കിട്ടിയത്. ഇതാണ് വഴി. അതാണ് സ്റ്റെബിൻ നമ്മുടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സൊക്കെ എടുത്തു പോവുകയാണ്. ഇതാ സൈഡിൽ ലതും ലിതുമൊക്കെ ലോ ലെവൽ നടന്നു വരുന്നുണ്ട്. നീ അവിടെ തോളയിലോ കഴുത്തേലോ ചാരിയൊക്കെ നില്ലേ? Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young. Oh, it's a baby girl! As she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, every shot from the top. We're gonna be two hearts running wild. Now the morning is the afternoon. We lay awake in bed. It laughs so loud as the hours pass. We're gonna do it all again. We wanna chase ഇത് നമ്മൾ തിരിച്ചു പോകുന്ന വഴി ഞാനിട്ട് ഫുട്ടേജാണ്. എന്ത് ഭംഗിയാണ് നോക്കുക. ഇത് ഷെഫീൽഡ് ഡർബിക്കും ഇടയിലുള്ള പീക്ക് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന സ്ഥലമാണ്. നമ്മളുടെ വൺ ഓഫ് ദ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആണ് ഇംഗ്ലണ്ടിലെ. ഭയങ്കര പ്രത്യേക കുറേ മലനിരകളും പച്ചപ്പും ഒത്തിരി അടിപൊളി സ്പോട്ട്സും ഒക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെ ഒത്തിരി എല്ലായിടത്തൊന്നും പോകാൻ പറ്റിയില്ല. ബിക്കോസ് സമയം ഓൾറെഡി ഇനി ഇരുട്ടായി പോകും. അതുകൊണ്ട് പക്ഷേ മസ്റ്റ് വിസിറ്റാണ് പീക്സ്. ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് അടിപൊളി സ്ഥലമായിരുന്നു അത്. ഡബ്ഡേൽ നല്ല രസം, നല്ല
ഒരു റിവർ, മല, അങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇങ്ങോട്ട് വരാൻ പറ്റുന്നവരൊക്കെ വന്ന് നോക്കുക, നല്ല രസമാണ് കാണാൻ. അങ്ങോട്ടുള്ള യാത്ര പോകുന്ന വഴികളും ഭംഗിയാണ്. എന്തായാലും നമുക്ക് കുറേ അടിപൊളി ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ വീഡിയോയുടെ അവസാനം നമുക്ക് പിൻ ചെയ്യാം അല്ലേ? അത് കഴിഞ്ഞിട്ട് ഇനിയും നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തിരിച്ച് വീട്ടിൽ പോവാണ്. കുറേ നേരമായി, ഇപ്പം എത്ര വൈകിട്ടായി, 5-6 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് വീട് പറ്റാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ. Hearts beat to the city streets. We began to feel the fire. We rise like tall